ഉദ്ധിതനായ യേശുവാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് വിശുദ്ധ മറിയം മഗ്ദലേന തൻ്റെ അചഞ്ചലമായ ഭക്തിയും സ്നേഹവും യേശുവിൻ്റെ മരണത്തിനു ശേഷവും അർപ്പിക്കുവാനായിട്ട് അതിരാവിലെ പുറപ്പെടുന്നത്? ഒരുവൻ്റെ മനസ്സ് മുഴുവൻ നന്ദി നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഇപ്രകാരം ഒരുവൻ പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ടാണ് മറിയം മഗ്ദലേനയിൽ ഇത്രമാത്രം സ്നേഹവും ഭക്തിയും യേശുവിനോടുള്ള ഭക്തിയും സ്നേഹവും നിറഞ്ഞു നിന്നത്? കാരണം മറ്റൊരു സുവിശേഷ ഭാഗ പ്രകാരം 7 രീതിയിലുള്ള പൈശാചിക പീഡകളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടവളാണ്. മോചനമാണ് അവളുടെ നന്ദിയുടെയും സ്നേഹത്തിൻ്റെയും അടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്നത്. സുവിശേഷത്തിൽ ഉടനീളം നാം കാണുന്നുണ്ട്, യേശുവിൻ്റെയും ശിഷ്യന്മാരോടുമൊപ്പം അവരുടെ ശുശ്രൂഷകളിൽ ഇവളും ഭാഗമായിരുന്നു. യേശുവിൻ്റെ കുരിശുയാത്രയിൽ ഇവളും അവിടുത്തെ അനുഗമിച്ചിരുന്നു. ഇങ്ങനെ യേശുവിൻ്റെ എല്ലാ നിർണായക നിമിഷങ്ങളിലും അവൾ കൂടെ ഉണ്ടായിരുന്നു, യേശുവിനോടൊപ്പം നടന്നിരുന്നു. കാരണം മോചനം പ്രാപിച്ചവളുടെ സന്തോഷമായിരുന്നു. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, തിന്മകരമായിട്ടുള്ള പീഡകൾ നമ്മൾക്ക് പലപ്പോഴും ഉണ്ടാകാം. അതായത് ചിലപ്പോൾ സാത്താൻ നമ്മെ ആക്രമിക്കുന്നത് നമ്മുടെ ചിന്തയിലൂടെയും വികാരങ്ങളിലൂടെയും ആകാം. അത് ചിലപ്പോൾ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും രീതിയിലുള്ള പീഡകളായിരിക്കാം. അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള അഡിക്ഷൻസ്, ആസക്തികളാൽ നിന്നുള്ള പീഡകളായിരിക്കും. ഇങ്ങനെ പലതരത്തിലുള്ള പൈശാചികമായ പീഡകൾ ഒരുവനെ ഉപദ്രവിച്ചേക്കാം. അതിനാൽ പ്രാർത്ഥനയെന്ന ശക്തമായിട്ടുള്ള ആയുധമെടുക്കുവാനായിട്ട് പാപ്പ ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അത് വേണമെങ്കിൽ വിശുദ്ധ മറിയം മഗ്ദലേനയെ പോലെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ യേശുവിനോടുള്ള അടങ്ങാത്ത സ്നേഹവും ഭക്തിയും ഉണ്ടാകണം. ഇതുണ്ടാകണമെങ്കിൽ ആ ഡെലിവറൻസ്, മോചനത്തിൻ്റെ വില നാം അറിയണം. മോചനം പ്രാപിക്കുന്ന ഒരു വ്യക്തിക്ക് യേശുവിനോട് ഒട്ടി നടക്കുവാനായിട്ടുള്ള ആഗ്രഹമുണ്ടാകും. പ്രിയപ്പെട്ടവരെ, നാമും പലപ്പോഴും യേശുവിനാൽ മോചിപ്പിക്കപ്പെട്ടവരാണ്, തിന്മയിൽ നിന്ന് മോചനം പ്രാപിച്ചവരാണ്. പലപ്പോഴും ആ തിന്മയിലേക്ക് വീണ്ടും വീഴുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് ഈ സ്നേഹവും ഭക്തിയും ഇല്ലാത്തതാണ്. അതിന് ആ നന്ദി എന്ന വികാരമാണ് നമ്മളുടെ മനസ്സിൽ നിറയേണ്ടത്. ആ മോചനത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുക, അങ്ങനെ യേശുവിനോടുള്ള നന്ദി കൊണ്ട് മനസ്സ് നിറയ്ക്കുക. അതുവഴി നമുക്ക് യേശുവിനോട് വിശുദ്ധ മറിയം മഗ്ദലേനയെ പോലെ ഒട്ടി നിൽക്കുവാനായിട്ട് സാധിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.